മാനിസേഴ്സിന് വന്ദനം, ഞാൻ അജയ്. അപ്പോൾ ഇന്നൊരു സൈക്കിൾ കഥ പറയാം. ഞാൻ 9ാം ക്ലാസ്സിലോ മറ്റും പഠിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ എനിക്കൊരു സൈക്കിൾ മേടിച്ചു തരുന്നത്. സൈക്കിൾ മേടിച്ചു തരിക പറഞ്ഞാൽ പുതിയ സൈക്കിളൊന്നുമല്ല കേട്ടോ, ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ. അന്ന് നമുക്ക് സൈക്കിളായാൽ മതി. നമ്മൾ ഈ വട്ടൂരിൽ ഇങ്ങനെ ഉരുട്ടി നടക്കുന്ന സമയം, ചെരുപ്പൊക്കെ കട്ട് ചെയ്ത് നമ്മൾ റൗണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി നടക്കില്ല, ആ ഒരു സമയം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാവരുടെ കയ്യിലും സൈക്കിളായി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരുടെ കയ്യിലും സൈക്കിളായി. പിന്നെ സ്കൂട്ടറിൻ്റെ ഒരു സമയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കാരണം നമ്മുടെ കസിൻസിൻ്റെ അടുത്ത്, ചേട്ടന്മാരുടെ അടുത്ത്, നമ്മളെ ഫ്രണ്ട്സിൻ്റെ, ഫാമിലീസിൻ്റെ എല്ലാവരുടെയും കയ്യിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബൈക്കൊക്കെ ആയി തുടങ്ങുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെ കയ്യിലും സൈക്കിളുണ്ട് ആ സമയത്ത്. എനിക്കന്ന് സൈക്കിളില്ല. അപ്പോൾ ഒരു 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ, 9ാം ക്ലാസ് എന്നെ തോന്നണോ, 9ാം ക്ലാസ്. അപ്പോൾ 9ാം ക്ലാസ് ആ സമയത്ത് അവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു വാസുവേട്ടൻ്റെ കട ഉണ്ടായിരുന്നു. വാസുവേട്ടൻ അവിടെ ഒരു പലചരക്ക് കട ഉണ്ടായിരുന്നു. വാസുവേട്ടൻ്റെ മകൻ ബിനീഷേട്ടൻ യൂസ് ചെയ്തിരുന്ന സൈക്കിളാണ് എനിക്ക് അച്ഛൻ സെക്കൻഡ് ഹാൻഡ് സൈക്കിളായിട്ട് വാങ്ങിച്ചിരുന്നത്. അന്ന് 500 രൂപ 550 രൂപയായിട്ട് കൊടുത്തിട്ടാണ് അച്ഛൻ ആ സൈക്കിൾ വാങ്ങിക്കുന്നത്. ഞാനൊരു ദിവസം പാടത്തൊക്കെ പോയി, നമ്മൾ സ്കൂൾ വിട്ട് വരിക 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ഒരു 5 മണി ഒരു 5 മണിയാകുമ്പോഴത്തേനും പിന്നെ നമ്മൾ പാടത്ത് പോയിട്ട് കളി പരിപാടി തന്നെയല്ലേ. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ഞായറാഴ്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി വന്ന് ഒരു 2 ദിവസമായി. 2 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ, ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞു, ഈ പോയിട്ട് വാസുവിൻ്റെ അവിടെ നിന്ന് ആ സൈക്കിൾ എടുത്തോ, എന്നിട്ട് പോയിട്ട് ശരിയാക്കിക്കോ, എന്നിട്ട് ചവിട്ടിക്കോ പറഞ്ഞു. എൻ്റെ മോനെ അപ്പം എനിക്ക് വന്നൊരു ഫീലുണ്ട്. അത് എങ്ങനെയത് പറയുക, അത് കുറേ ആൾക്കാർ ഇത് അനുഭവിച്ചിട്ടുണ്ടാവുള്ളൂ. നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു സൈക്കിൾ കിട്ടുക, അല്ലെങ്കിൽ ഒരു വണ്ടി, ഒരു വീട്, അതൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളല്ല. ഇതിൽ നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ സ്വപ്നവും ഒരു സൈക്കിൾ. എൻ്റെ സമയത്ത് കേട്ടോ, എൻ്റെ മുമ്പത്തുള്ള സമയത്തും ഇതേപോലെ തന്നെയാവും. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്കൊരു സൈക്കിൾ കിട്ടണം. നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അല്ല. അപ്പോൾ നമ്മളവിടെ പോയി നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് സാധനം, ഒരു കറുപ്പ് സെൻറ്ററൊക്കെ ഇങ്ങനെ ഇതായിട്ടുള്ളൊരു കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ളൊരു സാധനമാണ്. പോയി നോക്കുമ്പോൾ 2 ടയറും ടയറിന് ഓട്ടയൊക്കെ ഉണ്ട്, പിന്നെ പഞ്ചറ്, ബ്രേക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം. എന്നാലും 2 റിമ്മും സാധനങ്ങളൊക്കെ ഫുള്ള് സെറ്റായിട്ട്, സൈക്കിളിൻ്റെ രൂപമുണ്ട്, സാധനമെല്ലാം സെറ്റാണ്. അതെടുത്ത് ഞാൻ നേരെ മാങ്ങാട്ടൂർ പോയി. മാങ്ങാട്ടൂരൊരു ഈ സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ട്. സൈക്കിൾ വർക്ക്ഷോപ്പിൻ്റെ ആളുടെ അടുത്ത് പോയി അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി സൈക്കിളൊക്കെ ശരിയാക്കി. എന്ന് വെച്ചാൽ പുതിയ ടയർ വാങ്ങാൻ കാശില്ല, ട്യൂബ് വാങ്ങിക്കാൻ കാശില്ല. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛനെ അടിച്ച് പുറം പൊളിക്കും. അതിനേക്കാൾ നല്ലത് നമ്മൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ആ സൈക്കിൾ ഓടിച്ചപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ എന്തൊക്കെ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടി, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നമുക്ക് കിട്ടിയൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സൈക്കിൾ, അതിൻ്റെ ആ ഒരു ഫീല് ഭയങ്കര ഒരു ഫീലായിരുന്നു. എങ്ങനെ പറഞ്ഞു തരുക, അത് അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങളത് അനുഭവിച്ചിട്ടില്ലേ? എനിക്ക് കിട്ടിയ ഫീൽ അത് ഭയങ്കരമായിരുന്നു. അതെടുത്ത് ഞാൻ ആ മാങ്ങാട്ടൂർ മൊത്തം ഞാൻ ചുറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കാടഞ്ചേരി പോയി. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, വെറുതെ അങ്ങോട്ട് ഒന്ന് ചവിട്ടി, അത് കഴിയുമ്പോൾ റിട്ടേൺ ഇങ്ങോട്ട് വന്ന് ചവിട്ടി. സംഭവം അത്ര പറയാൻ മാത്രമുള്ള അത്ര വലിയ ഇതൊന്നുമല്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ഫീലാടോ. എന്താ പറയുക, ഭയങ്കര ഇപ്പം പറയുമ്പോൾ പോലും നമ്മുടെ ഭയങ്കര ഒരു ഫീലുണ്ട്. അതേപോലെ ഫീൽ അനുഭവിച്ചുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലൊരു സൈക്കിളിന് ആഗ്രഹിച്ച് നമ്മുടെ അച്ഛന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നമ്മളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ഭയങ്കരമായിട്ട് നമ്മളതിനെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് അച്ഛ. പിന്നെ അതേപോലത്തെ ഒരു ഫീല് നമുക്ക് ഇപ്പോഴും നമുക്കത് യുണീക്കായിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതൊരു വലിയൊരു ഇമോഷനാണ്. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഒരു ഓർമ്മകളാണ്. അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട്. പക്ഷെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഞാനത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു. എത്രയാണ് 19 വയസ്സിൽ 20 വയസ്സിലിട്ട്
ഒരു പൾസർ വാങ്ങിച്ചു. പക്ഷെ എന്നാലും ആ സമയത്ത് അവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു. സൈക്കിൾ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ ഞാൻ മാറ്റി വയ്ക്കുക, എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് ഒന്ന് കഴുകും. അങ്ങനെ കേട്ടെടുത്ത് വെച്ചിരുന്ന സാധനം. പിന്നെ കുറേ പിന്നെ ബൈക്കിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ആ സൈക്കിള് നോക്കാതെ ഒരു ദിവസം ഞാൻ അവിടെ വീട്ടിൽ വന്ന് ഇതേപോലെ തന്നെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി ബാക്കിക്ക് പോകുന്ന സമയത്ത് അവിടെ സൈക്കിൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. സൈക്കിൾ പോയിട്ട് അതൊന്നും ഇങ്ങനെ തൊട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് വേറെ സുഖം തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു ഫീല് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഒരു ദിവസം ഞാൻ പോയി നോക്കുമ്പോൾ അവിടെ സൈക്കിൾ കാണാനില്ല. എന്താ അവസ്ഥ? സംഭവം പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു 10-20 വയസ്സിലൊക്കെയാണ്, അല്ലെങ്കിൽ 10-18 വയസ്സ്, അല്ലെങ്കിൽ 19-20 വയസ്സ്, ആ ഒരു സമയത്താണ് ആ സൈക്കിൾ അമ്മ വിറ്റിട്ടുള്ളത്. പക്ഷേ അതൊന്നിനും പറ്റുന്ന സൈക്കിളല്ല, ഒന്നിനും പറ്റിയിട്ടല്ലടോ. ചില സാധനങ്ങളോടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ചിലതിന് പകരമാവാൻ വേറെ ഒന്നിനെ കൊണ്ടും പറ്റില്ല. അത് മനുഷ്യന്മാരാണെങ്കിലും മെഷീൻസ് ആണെങ്കിലും ഇതിനൊരു ചെറിയ 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 ഒരു മൊട്ട് സൂചിക്ക് പോലും നമുക്ക് ചില സമയങ്ങളിൽ അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടല്ലോ. ചില ആളുകൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടില്ലേ. ചില സാധനങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ.